സ്വന്തം കണ്ണേറ് തട്ടുമോ? മക്കൾക്ക് കണ്ണേറ് ബാധിക്കുമോ? കണ്ണേറ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പോലെ മരണം വരെ സംഭവിക്കാവുന്ന അത്രയും കാഠിന്യമേറിയ കണ്ണേറുകൾ ഉണ്ട്. അല്ലൈനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. അതെത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണേറിൽ ഏറ്റവും മാരകമായ കണ്ണേറ് അസൂയയോടെ നോക്കുന്ന കണ്ണേറാണ്. കണ്ണേറിനെ 3 വിധമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഐനുൽ മുഅ്ജിബ് എന്നാണ് പറയുന്നത്. നല്ല സൗന്ദര്യമുള്ള ഒരു ആളെ, പെണ്ണായാലും ആണായാലും സൗന്ദര്യമുള്ള ഒരു ആളെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നോക്കുന്നു, നല്ല സൗന്ദര്യമുള്ള ഒരു വീടിനെ നോക്കുന്നു, സൗന്ദര്യമുള്ള ഒരു കടയെ, ഒരു കച്ചവട സ്ഥാപനത്തെ നോക്കുന്നു. അങ്ങനെ നോക്കുന്നത് അത്ഭുതത്തോടെ നോക്കുകയാണ്. നല്ല ഭംഗി, നല്ല ഐശ്വര്യം, എന്താ അതിൻ്റെ ഒരു മികവ് എന്ന നിലയിൽ അതിനെ നോക്കാറുണ്ട്. ഇത് അത്ഭുതപ്പെടുത്തിയിട്ട് നോക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ അത്ഭുതത്തോടെയുള്ള നോട്ടത്തിൽ നിന്നും കണ്ണേറ് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുതന്നെ ചില ആളുകൾക്ക് കണ്ണിൻ്റെ പവർ കൂടിയ ആളുകളുണ്ട്. അങ്ങനെ കണ്ണുള്ള ആളുകൾ ആണ് നോക്കുന്നത് എങ്കിൽ പ്രത്യേകം ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതിലേറ്റവും പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം അത്ഭുതപ്പെടുത്തിയാൽ നിങ്ങൾ അതിനുവേണ്ടി ബറക്കത്തിന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാരിക് ഫീഹി എന്ന് ദുആ ചെയ്യുക, അല്ലെങ്കിൽ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മിൽ നിന്നും നമ്മെ അത്ഭുതപ്പെടുത്തിയ ഈ കണ്ണേറ് ഷർറായ നിലയിൽ ആ ആളെ, അല്ലെങ്കിൽ ആ കുട്ടിയെ, ആ സ്ഥാപനത്തെ ബാധിക്കാതെ പോകും. അതല്ലെങ്കിൽ നാം പോലും അറിയാതെ നമ്മുടെ കണ്ണേറ് ആ ഇതര ആളെ, അല്ലെങ്കിൽ സ്ഥാപനത്തിനെ, കുട്ടിയെ, വീടിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നോക്കുന്ന, അത്ഭുതപ്പെടുന്ന ആളിലാണ് ഈ ഒരു ബാധ്യത ഉള്ളത്. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ നോക്കിയാലും നമ്മെ അത്ഭുതപ്പെടുത്തിയാൽ അതിൻ്റെ ബറക്കത്തിന് വേണ്ടി അല്ലാഹുമ്മ ബാരിക് ഫീഹി എന്നതിൻ്റെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണേറ് മുഖേന നമ്മെ അത്ഭുതപ്പെടുത്തിയ ആ ആളിൽ, അല്ലെങ്കിൽ ആ വസ്തുവിൽ, ആ സ്ഥാപനത്തിൽ, ആ കുട്ടിയിൽ ഒക്കെ കണ്ണേറ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതറിയാതെ പറ്റുന്നതാണ്. ഇതാണ് ഐനുൽ മുഅ്ജിബ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മറ്റൊന്ന്, രണ്ടാമത്തേത്, 3 വിഭാഗമുണ്ട്. അതിൽ രണ്ടാമത്തേത് ഐനുൽ ഹാസിദാണ്. അസൂയയോടെ നോക്കുന്ന കണ്ണേറാണ്. അത് വെറും നോട്ടം അല്ല. ആ കച്ചവട സ്ഥാപനത്തെ നോക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ നോക്കുന്നത്, ആ സൗന്ദര്യത്തിനെ നോക്കുന്നത് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എന്നാലും അതിൻ്റെ പിന്നിൽ അസൂയയുടെ വിഷം നിറഞ്ഞ ചിന്ത ഉണ്ട്. അത് അയാളിൽ നിന്നും നീങ്ങിപ്പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹവും ഉള്ളിലുണ്ടാവും. ഇത്രയും വലിയ വീട്, ആ വീട് നശിച്ച് അവനിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാവും. നല്ല സൗന്ദര്യവും ആരോഗ്യവുമുള്ള വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും അത് നീങ്ങിപ്പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹം മനസ്സിൽ ഉള്ളതോടുകൂടെ അത് ഒളിപ്പിച്ചു വെച്ച് അത്ഭുതത്തോടെ നോക്കുക. അങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നതിനെ ഐനുൽ ഹാസിദ്, അസൂയയോടുകൂടെയുള്ള കണ്ണേറ് എന്നാണ് അതിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തി. ഇത് ഭയങ്കര അപകടമാണ്. ഏറ്റവും വലിയ മാരകമായ അപകടമുണ്ടാക്കുന്നത് ഈ രണ്ടാമത്തെ വിഭാഗമായ ഐനുൽ ഹാസിദാണ്.
ഇത്തരക്കാരിൽ നിന്നും ഇത്തരക്കാർ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ സമീപിക്കുന്നതിന് മുമ്പേ കുല്ലാഊദ് ബി റബ്ബിൽ ഫലക്കും കുല്ലാഊദ് ബി റബ്ബിൻ നാസും അതുപോലെ ആയത്തുൽ കുർസിയുമൊക്കെ ഓതി നെഞ്ചിൽ ഊതിയിട്ട് പോയാൽ അവരുടെ ഷർറ് കണ്ണ് ബാധിക്കാതിരിക്കാൻ കാരണമാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാധിച്ചതിന് ശേഷം അതിനെ മാറ്റാൻ വേണ്ടി ഒരുപാട് പ്രയാസത്തോടെ നാളുകൾ തള്ളി നിൽക്കുന്നതിനേക്കാളും നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ അത്തരക്കാരിലേക്ക് ചെല്ലുമ്പോൾ അതിനുള്ള ഒരു രക്ഷാകവചം വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഊതിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഏറ്റവും മാരകമായ അപകടം അത് മുഖേന സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതാണ് ആ ചോദ്യത്തിൻ്റെ മർമ്മഭാഗം വിശദീകരിക്കാൻ പോകുന്നത്. ഐനുൽ മൊഹിബ്, സ്നേഹത്തോടെയുള്ള കണ്ണ്, ഇഷ്ടം സ്നേഹത്തോടെ നോക്കുന്ന കണ്ണ്. ഇത് പലരും അറിയാതെ പോകുന്ന ഒരു കണ്ണേറാണ്. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മോടൊപ്പം നമ്മുടെ സ്വയം പ്രായക്കാരനായ, നമ്മുടെ സ്വന്തം പ്രായക്കാരനായ, സമപ്രായക്കാരനായ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടുകാർ, അവരൊക്കെ പലവിധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. എനിക്കാണെങ്കിൽ യാതൊരു അസുഖവും ഇല്ല. ഞാൻ നല്ലതുപോലെ നടക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് തന്നെ തോന്നാം, എൻ്റെ അതേ പ്രായക്കാരായ ആളുകൾ അവർ എന്തുമാത്രം രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നു. ഞാനും അവരുടെ പ്രായമാണ്, പക്ഷേ എനിക്ക് യാതൊരു പ്രയാസവുമില്ല, എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് സ്വന്തമായി ഒരു ഊറ്റം കൊള്ളുക എന്ന് പറയും. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സ്വന്തമായിട്ടുള്ള അനുഗ്രഹത്തിൽ സ്വന്തമായിട്ടൊരു മേന്മ തോന്നിയാൽ അത് അൽ ഐനു ബി നഫ്സിഹി, സ്വയം ആ കണ്ണേറ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം സമ്പത്ത്, തൻ്റെ കച്ചവടത്തിൽ നല്ല ലാഭമുണ്ട്, മറ്റുള്ളവരുടെ കച്ചവടങ്ങൾ എപ്പോൾ ഫ്ലോപ്പായാലും എനിക്ക് യാതൊരു തടസ്സവുമില്ല, എൻ്റെ കച്ചവടം നല്ല പോലെ പോകുന്നുണ്ട് എന്നതിൽ ഒരത്ഭുതവും ഒരു സന്തോഷവുമൊക്കെ മനസ്സിലിങ്ങനെ കയറിയിട്ട് അതിങ്ങനെ ഒരഭിമാനമായിട്ട്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, സ്വയം അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ സ്വയം അഭിമാനം കൊള്ളുന്നത്, ആ ഒരു അഭിമാനത്തിൻ്റെ ആ ഒരു രീതി സ്വയം കണ്ണേറായി മാറാൻ സാധ്യതയേറെയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ പടച്ചവനെയാണ് ഓർക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹം നീങ്ങിപ്പോകാതെ അല്ലാഹു തആല നിലനിർത്തി തരണം. അല്ലാഹുമ്മ ബാരിക് ലീ ഫീ, പടച്ചവനെ എനിക്കിതിൽ നീ ബറക്കത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് സ്വയം തന്നെ പറയണം. അല്ലെങ്കിൽ സ്വയം തന്നെയുള്ള കണ്ണേറ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദുആ ചെയ്യൽ ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു ഉമ്മ ഒരു മകനെ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാപ്പ ഒരു മകനെ നോക്കുന്നു. ആ മകനെക്കുറിച്ച് അല്ലെങ്കിൽ ആ മകളെക്കുറിച്ച് ആ ഉമ്മയോടും ബാപ്പയോടും അഭിമാനകരമായി നല്ല ചിട്ടയും അച്ചടക്കവുമുള്ള മക്കളാണ്, അല്ലെങ്കിൽ നല്ല പെരുമാറ്റം, മറ്റുള്ളവരോട് നല്ലതുപോലെ പെരുമാറുന്ന മക്കളാണ്. അപ്പോൾ ആ മക്കളെ കൊണ്ട് അഭിമാനം വരിക എന്നൊരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെയുള്ള സന്ദർഭം, ആ സന്ദർഭത്തിൽ മറ്റുള്ളവരാൽ മക്കളുടെ അഭിമാനകരമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ സ്വയം മാതാപിതാക്കൾ സന്തോഷപുളകിതരാവുകയും ഊറ്റം കൊള്ളുകയും ചെയ്യാറുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ആ മകനെ മകളെ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ മാതാപിതാക്കൾ തന്നെ നോക്കിയാൽ അതും കണ്ണേറായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്, അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ് ഈ മക്കൾ. അവരുടെ സ്വഭാവം, അവരുടെ പക്വതയാർന്ന സമീപനങ്ങൾ, ഇതെല്ലാം അവരെ കൊണ്ട് അഭിമാനം നമുക്കുണ്ടാവാൻ വേണ്ടി അല്ലാഹു തആലയാണ് വെച്ചത്. എന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ഫീ, പടച്ചവനെ എൻ്റെ മകനിൽ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് ഫീഹാ, മകളാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ഫീഹാ, ആ മകൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന് മക്കൾക്ക് ദുആ ചെയ്യണം.
അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു സമീപന രീതിയും അവരുടെ ബറക്കത്തും അല്ലാഹു തആല ഏറ്റിക്കൊടുക്കും. അതല്ലാതെ വരുമ്പോൾ സ്വയം നമ്മുടെ തന്നെ കണ്ണീർ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന്, നമ്മുടെ വീടിന്, നമ്മുടെ സ്വന്തം ശരീരത്തിന് ഒക്കെ ഏൽക്കാൻ സാധ്യതയുണ്ട്. അത് മുഖേന മെല്ലെ പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യും. മറ്റൊരാളിൽ നിന്നാണ് കണ്ണീർ ബാധിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അയാളെ കൊണ്ട് വുളൂഅ് ചെയ്യിച്ച് ആ വുളൂഅ് ചെയ്ത ആ വെള്ളം ഒരു പാത്രത്തിൽ പിടിച്ചെടുത്ത് അയാളുടെ പിരടിയുടെ ഭാഗത്തായി കുറച്ച് ശക്തിയോടെ ഒഴിച്ചു കൊടുത്താൽ ആ കണ്ണീർ മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ കണ്ണീർ മാറാനുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ മുമ്പ് വിശദീകരിച്ചല്ലോ. അതൊക്കെ ഓതി അത് ബാത്തിലാക്കാവുന്നതാണ്. ഇത്രയുമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.